നമസ്കാരം, ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. സോളാർ കേസിലെ പ്രതി മണിലാലിൻ്റെ സഹോദരൻ റിജേഷുമായുള്ള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ടെലിഫോൺ സംഭാഷണം പുറത്ത്. മുഖ്യമന്ത്രി തങ്ങളെ സഹായിച്ചതിൻ്റെ കൂടുതൽ തെളിവ് കൈവശമുണ്ടെന്ന് റിജേഷ് പറഞ്ഞു. എന്നാൽ പ്രതികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഈ സംഭാഷണത്തെക്കുറിച്ച് പ്രതികരിച്ചു. സോളാർ കേസിലെ മൂന്നാം പ്രതി മണിലാലിൻ്റെ സഹോദരൻ റിജേഷുമായി മുഖ്യമന്ത്രി സംസാരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പുറത്തു വന്ന സംഭാഷണം ഇങ്ങനെ: ഞങ്ങൾക്കിപ്പോ നിങ്ങൾ ഉപദ്രവിക്കണമെന്നോ നമുക്ക് നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതൊക്കെ പറയുക കേട്ടോ സാറേ. ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോ ഇതുൾപ്പെടെ സാറ് മാധവൻ സാറിനെ വിളിച്ച് മാധവൻ സാറ് എനിക്ക് പൈസ തന്ന കാര്യം ഉൾപ്പെടെ ഇപ്പൊ പുറത്തു പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് സാറിന് അറിയാം. സാറങ്ങനെ പറയില്ല, സാറ് പറയുമ്പോൾ അങ്ങനെ. എന്നാൽ ഈ സംഭാഷണങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇങ്ങനെ മറുപടി നൽകി. പിന്നെ ഫോണിൽ വിളിച്ച കാര്യമെന്നായി പറയുന്നത്. ഫോണിൽ വിളിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ പി എ മാധവനെ കണ്ടാൽ മതി, നിങ്ങളുടെ എം എൽ എ ആണ്, പി എ മാധവനെ കണ്ടാൽ മതി. അതിനകത്ത് ഒരു സംശയത്തിനും ഇടയില്ല, വളരെ ക്ലിയറാണ്, വ്യക്തതയോട് കൂടിയിട്ടുള്ളതാണ്. സോളാർ പ്രശ്നത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. ശ്രീ VS സുനിൽകുമാർ MLA, ശ്രീ ആൻ്റണി രാജു, ശ്രീ ഭാസുരേന്ദ്ര ബാബു, ശ്രീ VV രാജേഷ്, ശ്രീ റിജേഷ് എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ റിജേഷ്, താങ്കളുടെ സഹോദരൻ സോളാർ കേസിൽ പ്രതിയായ മണിലാലിനെ ജാമ്യത്തിലിറക്കാൻ മുഖ്യമന്ത്രി PA മാധവൻ MLA വഴി താങ്കൾക്ക് പണം നൽകി എന്ന വാർത്ത അത് ശരിയാണോ? ഹലോ സർ. ഹലോ റിജേഷ്, താങ്കളുടെ സഹോദരൻ മണിലാലിനെ ജയിലിൽ നിന്ന് ഇറക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പണം നൽകി എന്ന് പറയുന്നത് അത് ശരിയാണോ? റിജേഷിന് കേൾക്കാമോ? റിജേഷിലേക്ക് തിരിച്ചെത്താം. ശ്രീ VS സുനിൽകുമാർ MLA, എന്തടിസ്ഥാനത്തിലാണ് സോളാർ കമ്മീഷന് മുന്നിൽ താങ്കൾ ഈ തെളിവ് നൽകിയത്? ഈ കേസിൽ ഞാൻ കൊടുത്ത പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത്, സരിതയ്ക്കെതിരായിട്ടുള്ള 34 കേസുകളിൽ സിംഹഭാഗം കേസുകളും പുറത്ത് പണം കൊടുത്ത് ഒത്തുതീർപ്പ് ഉണ്ടാക്കാനുണ്ടായത്. എവിടെ നിന്നാണ് സരിതയ്ക്ക് ഈ പണം കിട്ടിയതെന്നോ സരിതയുടെ സോഴ്സ് ഓഫ് ഇൻകം എന്താണെന്നോ പോലീസോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ആരും അന്വേഷിക്കാനോ കണ്ടെത്താനോ ശ്രമിച്ചിട്ടില്ല. സാമ്പത്തിക കുറ്റാരോപണം മാത്രം ഇവർക്കെതിരായി നടത്തി ഇവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുക്കുകയും ഇവരുടെ നൽകിയിരിക്കുന്ന 164 സ്റ്റേറ്റ്മെന്റ് അടക്കം മാറ്റി പറയുകയും ഒക്കെ ചെയ്യുന്നതിന് വൻതോതിൽ പണം കൊടുക്കുകയും സരിത പല കാര്യം പുറത്തു പറയാതിരിക്കാൻ സ്വാധീനിക്കുകയും ചെയ്തു എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനകത്ത് ഭരണകക്ഷിയിലെ ആളുകളെല്ലാം പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്ന ആരോപണം മുഖ്യമന്ത്രിക്കെതിരെ, അദ്ദേഹത്തിന്റെ അനുയായികൾക്കെതിരെ പോലും ആരോപണം ഉണ്ടായിരുന്നതാണ്. ഇപ്പോ ഈ കേസിൽ റിജേഷ് എന്ന് പറയുന്ന ഒരു എന്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരാളാണ്. അയാളുടെ സഹോദരൻ ഈ കേസിൽ പ്രതിയാണ്. ആ പ്രതി ഈ കുറെ നാളുകളായി കേസിൽ പ്രതിയായി അകത്ത് കിടക്കാണ്. ബിജു രാധാകൃഷ്ണനുമായിട്ടും സരിതയായിട്ടും ബന്ധമുണ്ടായിരുന്ന ജോലിക്കാരനായിരുന്ന ആളാണ്. ബിജു രാധാകൃഷ്ണനുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ്. ഇദ്ദേഹം പുറത്തിറങ്ങാതെ വന്നതിനെ തുടർന്ന് ഇവര് ഉമ്മൻചാണ്ടിയെ പോയി കണ്ടതായും ഉമ്മൻചാണ്ടി നിർദ്ദേശപ്രകാരം ഒരു MLA വഴി 50,000 രൂപ കൊടുത്തതായും കൃത്യമായ വിവരങ്ങൾ എനിക്ക് കിട്ടിയതിനെ തുടർന്ന് ഈ 32 കേസുകൾ ഉൾപ്പെടെയുള്ള കേസുകൾ പിൻവലിക്കാൻ വേണ്ടി വൻതോതിൽ പണം ചെലവാക്കുന്ന പിന്നെ ഇവരുടെ ഇൻകം എവിടെയാണെന്ന് അന്വേഷിക്കുമ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കേണ്ടതാണ്. ഇത്രയും വലിയൊരു വിവാദമായിരിക്കുന്ന ഒരു അഴിമതി കേസിൽ ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ ആരോപണം എതിർക്കുമ്പോൾ ഈ കേസിലെ ഒരു പ്രതിക്ക് വേണ്ടി, പ്രതിയെ സഹായിക്കാൻ വേണ്ടി ഏത് കാരണത്താലാണെങ്കിലും മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ബാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് ബാധ്യത? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളുമായി കണക്ട് ചെയ്യുമ്പോൾ അത് ദുരൂഹമായിട്ടുള്ള ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു എന്ന നിലയിലാണ് ഈ കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥ കമ്മീഷൻ മുമ്പാകെ വെളിപ്പെടുത്തിയത്. അത് അടിസ്ഥാനപരമായ ചില കൃത്യമായിട്ടുള്ള വിവരങ്ങളുടെയും കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യം ഇന്നലെ കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. ദയവായി തുടരുക. ശ്രീ റിജേഷ്, താങ്കൾക്ക് കേൾക്കാമോ? റിജേഷിന് കേൾക്കാമോ? കേൾക്കാം സാർ, പറഞ്ഞോളൂ. എന്തടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിങ്ങൾക്ക് പണം നൽകി എന്ന ആരോപണം അത് ഉന്നയിക്കുന്നത്? അത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പണം നൽകി എന്ന് പറയുന്നത് സത്യമായ കാര്യമാണ്. കാരണം ഞാൻ 5-6 തവണ മുഖ്യമന്ത്രിനെ തിരുവനന്തപുരത്ത് പോയി കാണുകയും അതിനോടനുബന്ധിച്ചാണ് കഴിഞ്ഞ മാർച്ച് 27-ാം തീയതി മണലൂർ MLA യും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനുമായ പി മാധവൻ MLA
എനിക്ക് അദ്ദേഹത്തിന്റെ തൃശ്ശൂരിലുള്ള ഒരു ഓഫീസ് വെച്ച് 50,000 രൂപ തന്ന് കാര്യങ്ങൾ തുടങ്ങി വെക്കൂ, ബാക്കി കാര്യങ്ങൾ ഇലക്ഷന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാമെന്ന് അദ്ദേഹം പറയുന്നത്. റിജേഷ്, അതിനിന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകർക്ക് നൽകിയ മറുപടി, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു തിരക്കിനിടയിൽ താങ്കൾ മുഖ്യമന്ത്രിയെ കണ്ടു, താങ്കളുടെ അമ്മ ഒപ്പമുണ്ടായിരുന്നു, താങ്കൾ ഇങ്ങനെ മണലൂരിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് നേതാവാണ്, താങ്കളുടെ സഹോദരൻ ജയിലിലാണ്, അപ്പോൾ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ മണലൂരായതുകൊണ്ട് മണലൂർ MLA മാധവനുമായി ബന്ധപ്പെടാൻ പറഞ്ഞു, അത് മാത്രമാണ് ചെയ്തത്. അതിനുശേഷം ടെലിഫോൺ സംഭാഷണം വന്നപ്പോഴും മാധവൻ MLAയുമായി സംസാരിക്കൂ എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത് എന്നാണല്ലോ പറയുന്നത്. അതെ, അത് ഞാനും കേട്ടതാണ്. പക്ഷെ അതിൽ വ്യക്തമായൊരു കാരണം, തൃശ്ശൂർ ജില്ലയില് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ ഒരാളാണ് പി മാധവൻ MLA. കാരണം അദ്ദേഹത്തിന് നേരിട്ട് വന്ന് ഇവിടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ പേരിൽ തൃശ്ശൂരിലുള്ള ആരെങ്കിലും ഏർപ്പാടാക്കി തരാം എന്ന് എന്നോട് വ്യക്തമായി തിരുവനന്തപുരത്ത് നിന്ന് നേരിട്ട് പറഞ്ഞതിന്റെ പേരിലാണ് അദ്ദേഹം അതങ്ങനെ ചെയ്തത്. അല്ലാതെ ഞാൻ മണ്ഡലം നിയോജക മണ്ഡലത്തിന്റെ യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായിരുന്നു. അതല്ലാതെ മണലൂർ നിയോജക മണ്ഡലത്തിൽ ഞാൻ പോയിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് പോകുന്നത് 2 ആഴ്ച മുമ്പാണ്. താങ്കൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയായിരുന്നു, തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയോട് എന്തിനാണ് താങ്കൾ പണം ആവശ്യപ്പെട്ടത്? പണം ആവശ്യപ്പെട്ടു എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ സഹോദരനെ മണിലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് സരിതാസ്മാർക്കും ബിജു രാധാകൃഷ്ണനും വ്യാജ ഡ്രൈവിംഗ് ലൈഫ് ശരിയാക്കി കൊടുത്തു എന്നുള്ള ഒരു കുറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഞങ്ങള് അന്നത്തെ അന്വേഷണ സംഘത്തിന് പോയി കണ്ടപ്പോൾ അവർ പറഞ്ഞു ആ ഒരു കേസ് മാത്രമേ മണിലാലിനെതിരെ ഉള്ളൂ. കാരണം പണം നഷ്ടപ്പെട്ടവരാരും മണിലാലിനെതിരെ പരാതി കൊടുത്തിട്ടില്ല. ഇവര് പൈസ വാങ്ങാൻ പോയ സമയങ്ങളിലൊന്നും മണിലാൽ കൂടെ ഉണ്ടായിട്ടില്ല. അപ്പൊ അവർക്ക് ശരിക്കും പരാതിക്കാർക്കാർക്കും മണിലാലിനെ അറിയില്ല. പക്ഷെ സരിത കമ്പനി രജിസ്റ്റർ ചെയ്യാൻ കൊടുത്ത രേഖ വ്യാജമായി നിർമ്മിച്ച ലൈസൻസ് ആയതിനാലാണ് ഈ അറസ്റ്റ് ഉണ്ടായത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു കേസ് നിലവിലുണ്ട്. ഞങ്ങൾക്ക് ഈ കേസ് ജാമ്യത്തിലെടുക്കാം. പക്ഷെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശമാണോ അല്ലെങ്കിൽ സരിതരെ തിരക്കഥയാണോ അതൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും മണിലാലിനെ പെരുമ്പാവൂർ കോടതിയിൽ കൂടാതെ മറ്റ് 7 കോടതികളിൽ ഇവരോടൊപ്പം 3-ാം പ്രതിയായിട്ട് മണിലാലിന്റെ പേര് കേസ് ചാർജ് ചെയ്യാനുണ്ടായത്. അപ്പൊ സ്വാഭാവികമായും സരിത പുറത്തിറങ്ങുകയും ഞങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും വന്നപ്പോൾ എന്റെ ഒരു നിഗമനം അല്ലെങ്കിൽ എന്റെ ഒരു അതെനിക്ക് മണിലാൽ എന്റെ സഹോദരനെ പുറത്തിറക്കണം എന്നുള്ളൊരു വ്യക്തമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ പോയത്. മുഖ്യമന്ത്രി അപ്പോൾ മാധവൻ MLA വഴി 50,000 രൂപ നിങ്ങൾക്ക് എത്തിച്ചു നൽകി. അതെ. അതെന്നായിരുന്നു പണം നൽകിയത്? അത് 2014 മാർച്ച് 27-നായിരുന്നു. പണം നൽകിയ ശേഷവും നിങ്ങൾ എന്തിനാണ് മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ടത്? അതായത് സോളാർ ജുഡീഷ്യൽ കമ്മീഷൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്, അതിങ്ങനെ ജനുവരി മാസം 20-ാം തീയതിയും 12-ാം തീയതിയും നിങ്ങളോട് ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വേണ്ടത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഈ മാധവൻ വഴി പണം നൽകിയ കാര്യം പുറത്തറിഞ്ഞാൽ അത് മുഖ്യമന്ത്രിക്ക് ദോഷമാകും എന്ന നിലയിൽ മുഖ്യമന്ത്രിയോട് പറയാനിടയാക്കിയ കാര്യം എന്താണ്? അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവര് എന്നെ സാമ്പത്തികമായി സഹായിച്ചു എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ ആ സഹായം അതിന്റെ 1% പോലും ആയില്ല. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ അത് ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ച് അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചറിയിക്കാൻ എനിക്കൊരു ഉത്തരവാദിത്തമുണ്ടല്ലോ. ആ ഒരു രീതിയിലാണ് ഞാൻ അദ്ദേഹത്തിന് വിളിച്ചത്. പക്ഷെ അദ്ദേഹം വീണ്ടും പറയുന്നത് നിങ്ങൾ മാധവനുമായിട്ട് പോയി കാണൂ, മാധവനെ പോയി കണ്ട് സംസാരിക്കൂ. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മാധവനോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. റിജേഷ് വന്ന് കാണുമ്പോൾ റിജേഷിനെ അപായപ്പെടുത്തണം അല്ലെങ്കിൽ റിജേഷിനെ മറ്റേതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കണമെന്ന രീതി അദ്ദേഹം മാധവനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെതായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കാം ഞാൻ ഈ മാസം അതായത് 2015 ഫെബ്രുവരി മാസം 4-ാം തീയതി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം ആ ചെരുപ്പൂരി എന്നെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായത്. അപ്പോൾ റിജേഷ്, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് സോളാർ കേസ് ഒതുക്കി തീർക്കാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് സോളാർ കേസുമായി ബന്ധപ്പെട്ട ഏത് ആവശ്യം വന്നാലും പറയുന്ന പണം ബന്ധപ്പെട്ടവർ വഴി എത്തിച്ചു നൽകുന്നു. ഇതാണോ മുഖ്യമന്ത്രിയുടെ രീതി? മുഖ്യമന്ത്രിയുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ത്രിസഭ നിലനിൽക്കണമെങ്കിൽ അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് നിങ്ങൾക്കറിയാലോ. കാരണം മുഖ്യമന്ത്രിക്ക് ഇപ്പൊ അധികാരത്തിൽ തുടരണമെങ്കിൽ കൂടെ നിന്നിരുന്ന ആളുകൾ അവർ ചെയ്തിരുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് മൂടി വെക്കേണ്ടതാണ്.
അത് പുറത്തു വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇനി ഉണ്ടായിരുന്ന മാധ്യമ ചരിത്രത്തിൽ ഇനി ഉണ്ടായിരുന്ന ഒരു പോസ്റ്റ്മോർട്ടം അല്ല, വീണ്ടും ഒരു റീപോസ്റ്റ്മോർട്ടം അതിഭയാനകമായ രീതിയിലുണ്ടാവും. ഒരു കേസ്, ഈ സോളാർ കേസ് പുനരന്വേഷണം നടത്തി കഴിഞ്ഞാൽ എത്രയോ പുതിയ പ്രതികൾ വരും, എത്രയോ പുതിയ കാര്യങ്ങൾ വരും. അപ്പോൾ ഈ പണം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നൽകാത്തത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഇത് പുറത്തുവിട്ടത്? അങ്ങനെ പറയരുത്. പണം പൂർണ്ണമായിട്ടും നൽകാത്തതിന്റെ പേരിലാണെന്ന് പറയുന്നത്. എനിക്ക് 20 മാസം സമയം ഉണ്ടായിരുന്നു. എനിക്ക് പണം കൈമാറിയിട്ട് 1 വർഷമായി. 2014 മാർച്ച് 27 ഇന്നിപ്പോ 2015 പിന്നെ എന്താണ് നിങ്ങൾക്ക് ഈ CD, ഈ സംഭാഷണം അത് പുറത്തുവിടാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം? അതായത് എന്നെ പ്രേരിപ്പിച്ച ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മള് മുന്നിൽ വരുന്ന ഒരാള്, നമ്മൾ മുന്നിൽ വരുന്ന ആൾ ആരായിക്കോട്ടെ, അത് അവരൊരിക്കലും, എൻ്റെ ഒരു സ്വതസിദ്ധമായ ശരി പറയും, അവരെ ഒരിക്കലും നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. നമ്മൾക്ക് മേലെ എപ്പോഴും കാണും. അത് ഏത് അധികാരത്തിന്റെ മേലെ ഇരുന്നാലും. ഈ മാധവൻ എമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ നിഷ്ഠൂരമായ ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിനെതിരെ ഇപ്പൊ ഞാൻ എന്തൊരു മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ തയ്യാറാവാണ്. ആ ഒരു ഇതാണ്. അതായത് കേരളത്തിലെ ജനങ്ങൾ അത് കാണണം, കേരളത്തിലെ ജനങ്ങൾ അറിയണം. കാരണം ഇന്നും വ്യക്തമാണ്. ശ്രീ ആന്റണി രാജു, ഇന്നിപ്പോൾ സോളാർ കേസിലും അതിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് CPIMന്റെ പുതിയ സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. KM മാണിക്കെതിരെ സന്ധിയില്ലാത്ത സമരം അത് വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോഴിതാ സോളാർ കേസിൽ മുഖ്യമന്ത്രി തന്നെ ഒരു MLA വഴി പണം നൽകിയിരിക്കുന്നു എന്ന് അതിൽ ജയിലിലായ ഒരു പ്രതിയുടെ സഹോദരൻ വ്യക്തമാക്കിയിരിക്കുന്നു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണോ നിങ്ങൾ? പണം കൊടുത്ത് അഴിമതികൾ ഒതുക്കി തീർക്കുകയാണോ നിങ്ങൾ? പ്രകാശേ, അഴിമതിയിൽ മുങ്ങിക്കുളിച്ചത് ആരാണെന്നുള്ളത് CPMന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഇന്നത്തെ CPMന്റെ നേതാവ്, CPMന്റെ അല്ല, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്, അതായത് CPMന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പോലും ഇരിക്കാൻ അയോഗ്യനെന്ന് പാർട്ടി കണ്ടെത്തിയ സഖാവ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ IT-യുടെ ചുമതല വഹിക്കുമ്പോൾ നടത്തിയ 2 തീവട്ടിക്കൊള്ളയെക്കുറിച്ച് അവരുടെ പിണറായി വിജയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലെ 172-ാമത്തെ പേജിൽ സവിസ്തരം വിസ്തരിക്കുന്നത് ആരെക്കുറിച്ചാണെന്നറിയാം? ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സഖാവ് VS അച്യുതാനന്ദനെ കുറിച്ചാണ്. ഞാനത് വായിക്കുന്നില്ല. എന്താ അറിയോ, ഇന്ത്യയിലെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസിക്ക് 250 കോടി രൂപ വില മതിപ്പിക്കുന്ന 500 ഏക്കർ ഭൂമി അനുവദിച്ച പ്രശ്നത്തെക്കുറിച്ചുള്ള അഴിമതി ആരോപണം ഉന്നയിച്ചത് ഞങ്ങളല്ല, CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ ശ്രീ പിണറായി വിജയനാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ മൾട്ടിനാഷണൽ കമ്പനികളായ കൊച്ചിയിലുള്ള സലാർ പൂരിയ പ്രോപ്പർട്ടീസിനും എൽബിൻ മെഡിക്കൽ ഇമേജിങ്ങിനും ചേർന്ന് സ്ഥലം നൽകിയതുമായി പദ്ധതി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് ഈ അന്നത്തെ മുഖ്യമന്ത്രി IT-യുടെ ചുമതലയുണ്ടായിരുന്ന സഖാവ് അച്യുതാനന്ദനെതിരെ അഴിമതി ആരോപണം കൊണ്ടുവന്ന് റിപ്പോർട്ട് 172-ാമത്തെ സംസ്ഥാന CPMന്റെ റിപ്പോർട്ടിംഗ് പേജിൽ വളരെ വിസ്തരിച്ചിരിക്കുന്നത് സഖാവ് അച്യുതാനന്ദൻ ഇങ്ങനെയുള്ളൊരു പ്രതിപക്ഷ നേതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് എന്ത് ധാർമ്മികതയാണ് CPMനുള്ളത്? ഐക്യജനാധിപത്യ മുന്നണിയെ കുറിച്ച് പറയുവാൻ ഒരു സംസ്ഥാന കമ്മിറ്റിയിൽ പോലും ഇരിക്കാൻ അയോഗ്യനെന്ന് CPM കണ്ടെത്തിയ ഒരു നേതാവിനെ വെച്ചുകൊണ്ട്, അതുപോലെ തന്നെ സംസ്ഥാന പാർട്ടി വിരുദ്ധ മനസ്സുള്ള ഒരു നേതാവാണെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയിരിക്കുന്ന സഖാവ് VS അച്യുതാനന്ദനെ പോലെ ആളെ മുന്നിൽ നിർത്തി ശ്രീ VS സുനിൽകുമാറിനെ പോലുള്ള ആളുകൾക്ക് ഇനി സമരം നയിക്കേണ്ട നിയമസഭയുടെ മുമ്പിലേക്കല്ല, മറിച്ച് കണ്ടോൺമെന്റ് ഹൗസിന്റെ മുമ്പിലേക്കാണ് വളയാൻ പോകേണ്ടത്. അല്ലാതെ ഇത്തരം പേക്കൂത്തുകൾ കാണിച്ച് ഇവിടെ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഈ ആഭാസം, അതായത് ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത, ഒരു വിശ്വസനീയമല്ലാത്ത ഒരു വാർത്ത കൊണ്ടുവന്ന്, ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവന്ന് ആരോ ഒരാളെ പിടിച്ച് ശ്രീ സുനിൽകുമാർ ഇത്തരം വാർത്തകൾ പടച്ചാൽ അതൊന്നും ജനം വിശ്വസിക്കില്ല. ഞാൻ ചോദിക്കുന്നു, ഇവിടെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? മുഖ്യമന്ത്രിയോട് നിവേദനം വന്നു, മുഖ്യമന്ത്രി പറഞ്ഞു സ്ഥലം MLA കാണാൻ, അതിനെന്താ തെറ്റ്? അതിനെയാണ് ശ്രീ സുനിൽകുമാർ വലിയ അഴിമതി ആരോപണം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പേ കൊണ്ടുവന്ന് അപഹാസ്യനാകുകയല്ലേ? സഖാവ് VS അച്യുതാനന്ദനെ പോലെ ശ്രീ VS സുനിൽകുമാറും സുനിൽകുമാർ മറുപടി. ഈ രാജു പറയുന്നത് കേട്ടാൽ ഈ നാട്ടിലെ ആളുകൾ കേൾക്കുന്നത്, എന്റെ അടുത്ത സുഹൃത്താണ് ആന്റണി രാജു. ഞാൻ അദ്ദേഹത്തെ പറ്റി വ്യക്തിപരമായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഒന്നാമത്തെ കാര്യം ബഹുമാനപ്പെട്ട ആന്റണി രാജു മനസ്സിലാക്കേണ്ടത്, ഈ റിജേഷ് മണലൂർ മണ്ഡലംകാരനല്ല, അയാൾ ഞാൻ പ്രദാനം ചെയ്യുന്ന കയ്പമംഗലം മണ്ഡലംകാരനാണ്. അപ്പൊ തന്റെ മണ്ഡലത്തിലെ MLA എന്ന് പറഞ്ഞ് ഞാനാണ് അവിടുത്തെ MLA. മാധവൻ എന്ന് പറഞ്ഞാൽ വേറെ മണ്ഡലത്തിലെ MLA ആണ്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഒരു കേസിലെ ഇത് ഞാൻ സോളാർ കേസുമായി ബന്ധപ്പെട്ട ഒരാളെ
അയാളുടെ കുടുംബത്തെ ഇനിയിപ്പോ എന്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും സഹായിക്കേണ്ട കാര്യം എന്താണ് മുഖ്യമന്ത്രിക്ക്? ഇനി പറയുന്ന റിജീഷ് ഒരു വികലാംഗനായിട്ടുള്ള അരക്ക് താഴെ തളർന്ന ഒരാളാണ്. ആ തളർന്ന ആളെ സഹായിക്കാൻ ഉമ്മൻചാണ്ടി പറഞ്ഞുകൊണ്ട് ഞാൻ കാശ് കൊടുത്തു എന്നാണ് രാവിലെ ശ്രീ PM മാധവൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ പിന്നെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും പൈസ ശ്രീ വി എസ് സുനിൽകുമാർ PA മാധവൻ പറഞ്ഞ കാര്യം മുഖ്യമന്ത്രി ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ നിഷേധിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് പുറത്തേക്ക് വന്നപ്പോൾ റിജേഷും അമ്മയും മുഖ്യമന്ത്രിയെ കണ്ടു. റിജേഷിൻ്റെ സഹോദരൻ ജയിലിലാണ്, റിജേഷ് കോൺഗ്രസ് പ്രവർത്തകനാണ്, അപ്പോൾ വേണ്ട സഹായം ചെയ്യാൻ നിർദ്ദേശിച്ചു, മാധവനെ കാണാൻ പറഞ്ഞു എന്നാണ്. അതായത് മാധവൻ പറഞ്ഞത് മുഖ്യമന്ത്രി അംഗീകരിച്ചിട്ടില്ല. അല്ല, മുഖ്യമന്ത്രി പറഞ്ഞ സ്ഥല MLA ആരാണ്? ഈ റിജേഷിന്റെ സ്ഥല MLA ആരാണ്? സ്ഥല MLA മാധവനാണോ? ഇതൊക്കെ ഇപ്പൊ ആ ഫോൺ സംഭാഷണത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് എന്താ? എല്ലാം മാധവൻ നിങ്ങൾ ഒരിക്കൽ സഹായിച്ചപ്പോ അത് കോൺട്രവേഴ്സി ആയിട്ട് മറന്നുപോയോ എന്ന് ചോദിക്കുന്നില്ലേ? എന്താ ഇങ്ങനത്തെ ഒരാൾ ഫോൺ ചെയ്യുമ്പോൾ എന്റർടൈൻ ചെയ്യുന്ന കാര്യം എന്താണ്? ഇത് സോളാർ കേസിലെ പ്രതിയുമായി ബന്ധപ്പെട്ട ആളാണെന്ന് ഇയാൾ സംസാരിക്കുന്നത്. അങ്ങനെ ഒരാളുമായിട്ട് ഇങ്ങനെ സംഭാഷണത്തിൽ ഏർപ്പെടുന്ന കാര്യം എന്താണ്? ആ ബന്ധമില്ലാതെ അങ്ങനെ സംഭാഷണത്തിൽ ഏർപ്പെടുമോ? 2 മിനിറ്റ് 26 സെക്കൻഡ് സംസാരിച്ചിരിക്കുന്നു, 1 മിനിറ്റ് 19 സെക്കൻഡ് സംസാരിക്കുന്നു, 1 മിനിറ്റ് 59 സെക്കൻഡ് സംസാരിച്ചിരിക്കുന്നു. അപ്പൊ സാധാരണ നിലയിൽ ഇത്തരം ഒരു കേസിൽ പ്രതിയാക്കപ്പെട്ട ആളുടെ സഹോദരനാണെന്ന് പറയുമ്പോൾ അത്രയും സമയം സംസാരിക്കാൻ വേണ്ടി കൊടുക്കുന്നത് എന്തിന്റെ പേരിലാണ്? അപ്പോ ഇത്തരം കാര്യങ്ങളെല്ലാം ഉള്ള ദുരൂഹത വളരെ വ്യക്തമാണ്. അപ്പൊ ഇത് ഒരു തെളിവാണോ അല്ലയോ എന്നുള്ള കാര്യം അവർ തീരുമാനിച്ചോട്ടെ. ഈ റിജീഷ് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ റിജീഷ് പറഞ്ഞ കാര്യങ്ങൾ ആർക്കും നിഷേധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? അല്ലെങ്കിൽ റിജീഷിനെ ചോദ്യം ചെയ്തോട്ടെ, പിന്നെ അന്വേഷണ ഉദ്യോഗ കമ്മീഷനെ പിന്നെ അദ്ദേഹത്തിന് വിസ്തരിച്ചോട്ടെ, ഇതെന്താണ് സ്ഥിതി എന്ന് വെച്ചോട്ടെ. ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന സുവ്യക്തമായിട്ട് തെളിവ് ഇത് വളരെ മുമ്പ് പറഞ്ഞ കാര്യമാണെങ്കിൽ ഞങ്ങൾക്ക് അതിന് കൃത്യമായി വിവരം കിട്ടുമ്പോൾ വ്യക്തമാണ് താങ്കൾ പറയുന്നത്. ശ്രീ VV രാജേഷ്, VS സുനിൽകുമാർ UDF സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ സോളാർ കമ്മീഷന് തെളിവ് നൽകുന്നു. VS സുനിൽകുമാർ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്നു ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായ റിജേഷ് മുഖ്യമന്ത്രി MLA വഴി 50,000 രൂപ ഇന്ന ദിവസം നൽകി എന്ന്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നു. തിരുവനന്തപുരത്ത് കണ്ടത്, മുഖ്യമന്ത്രിയെ കണ്ടത്, ഈ കാര്യങ്ങളെല്ലാം. പക്ഷേ അതിന് ആന്റണി രാജുവിനെ പോലെ UDFനെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ പറയുന്നത് അതിനേക്കാൾ വലിയ അഴിമതിയാണല്ലോ ശ്രീ VS അച്യുതാനന്ദന് നേരെ CPMന് നേരെ അവരുടെ പാർട്ടി കോൺഗ്രസ് CPMൻ്റെ പാർട്ടി സംസ്ഥാന സമ്മേളനം ഉന്നയിക്കുന്നത് എന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഴിമതി ആരോപണം ഉന്നയിക്കുന്നു. യഥാർത്ഥത്തിൽ അഴിമതി അവസാനിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനം അത് കേരളത്തിൽ ഈ രണ്ട് മുന്നണികളും നടത്തുന്നുണ്ടോ, അതോ പരസ്പരം ചെളിവാരിയെറിഞ്ഞ് രക്ഷപ്പെടുകയാണോ ചെയ്യുന്നത്? അല്ല, അഴിമതി അവസാനിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനം ഈ രണ്ട് മുന്നണികളുടെയും ഭാഗത്ത് നിന്ന് കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അത് ഒരിക്കലും സാധ്യവുമല്ല. ബഹുമാനപ്പെട്ട ശ്രീ ആന്റണി രാജു XMLA അദ്ദേഹം പറഞ്ഞത് വേറൊരു തരത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം CPMൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ അവർ ചർച്ച ചെയ്തതാണ്. പക്ഷേ അങ്ങനെ LDF ഭരിച്ചിരുന്നപ്പോൾ അഴിമതി നടന്നു എന്നുള്ളത് കൊണ്ട് ഇന്നിവിടെ നടന്നത് അഴിമതി അല്ലാതാവുകയില്ല. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ വാർത്തയുടെ ടെലിഫോൺ സംഭാഷണം 4 ഭാഗങ്ങളായ ടെലിഫോൺ സംഭാഷണം ഞാൻ കേട്ടു. അതിൽ ഈ റിജേഷ് ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയോട് പറയുന്നുണ്ട്, ഒരു ഭാഗത്ത് നിന്ന് സരിതയുടെ ഭീഷണിയുണ്ട്, നിരപരാധിയായ എൻ്റെ ജ്യേഷ്ഠൻ എന്തിനും ജയിലിൽ കിടക്കണം എന്ന് പറയുമ്പോഴൊക്കെ തന്നെ ആ റിജേഷിനോട് ഒരിക്കലും തന്നെ ഇത് ഞാനുമായി ബന്ധപ്പെട്ട വിഷയമല്ല, നിങ്ങളുടെ സഹോദരൻ ജയിലിലാണെങ്കിൽ നിങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥനെ സമീപിക്കുന്നു എന്ന് പറയുവാൻ നമ്മുടെ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല. മാത്രവുമല്ല, ബഹുമാനപ്പെട്ട ശ്രീ PA മാധവൻ MLAയുടെ നിയോജക മണ്ഡലത്തിലെ ഒരു വ്യക്തി ജയിലിനകത്തായതുകൊണ്ടാണ് അയാളെ ജാമ്യത്തിലിറക്കാൻ 50,000 രൂപ കൊടുത്തതെങ്കിൽ ആ നിയോജക മണ്ഡലത്തിൽ ജയിലിലായിട്ടുള്ള എല്ലാ പ്രതികളെയും ജാമ്യത്തിലിറക്കാൻ വേണ്ടി MLA പണം കൊടുക്കുമോ? അങ്ങനെയാണെങ്കിൽ ഈ MLAക്ക് ആ പണം എവിടെ നിന്നാണ് കിട്ടുന്നത്? അങ്ങനെ തൻ്റെ അടുത്ത് വന്ന് കാണുന്ന ജയിലിലുള്ള എല്ലാ പ്രതികളെയും ജയിലിൽ നിന്നും പുറത്തിറക്കാൻ വേണ്ടി എല്ലാ MLAമാരോടും വിളിച്ചു പറയാൻ മുഖ്യമന്ത്രിക്ക് എന്താ അധികാരം? അങ്ങനെയാണെങ്കിൽ ഇവർ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോകണ്ടല്ലോ, എല്ലാവരും MLAമാരുടെ അടുത്ത് പോയാൽ മതിയല്ലോ. സോളാർ കേസിലെ പ്രതിയുടെ സഹോദരനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ആ സംഭാഷണം എൻ്റർടൈൻ ചെയ്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ നിയമം അനുശാസിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹം പറയേണ്ടത്, നിങ്ങൾ പോയി അന്വേഷണ ഉദ്യോഗസ്ഥനെ കാണൂ, നിങ്ങൾ കോടതിയെ സമീപിക്കൂ, നിങ്ങൾ തെറ്റുകാരല്ലെങ്കിൽ അവിടെ പറയൂ എന്ന് പറയുന്നതിന് പകരം മുഖ്യമന്ത്രി പണം കൊടുക്കാൻ ശ്രമിക്കുന്നു, മുഖ്യമന്ത്രി പ്രതികളെ സംരക്ഷിക്കാൻ നോക്കുന്നു, മുഖ്യമന്ത്രി MLAയെ
MLA ഏർപ്പെടുത്തുന്നു. അവസാനത്തെ ടെലിഫോൺ സംഭാഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ റിജേഷ് എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നതിൻ്റെ ഒരു ഭാഗം പറയുന്നത് സാറിനോട് എത്ര പറഞ്ഞാലും സാറിന് മനസ്സിലാവില്ല അല്ലേ എന്ന് ഒരു പ്രതിയുടെ സഹോദരൻ കേരള മുഖ്യമന്ത്രിയോട് ചോദിക്കുക. അപ്പോഴും മുഖ്യമന്ത്രി അപ്പോളജിറ്റിക്കായിട്ടാണ് സംസാരിക്കുന്നത്. റിജേഷ് വീണ്ടും ചോദിക്കുന്നു, ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് സാറിന് അറിയാമല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും മുഖ്യമന്ത്രി സ്വതസിദ്ധമായ ശൈലിയിൽ ഓക്കെ ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഈ സംഭാഷണം പുറത്തുനിന്ന് ഇത്രയും മണിക്കൂറുകളായി അദ്ദേഹം ഒരു ക്ലാരിറ്റി വരുന്ന രീതിയിൽ ഇതുവരെയും മറുപടി പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ കള്ളി ഇന്നത്തോടുകൂടി പൂർണ്ണമായും വെളിച്ചത്താവുകയായിരിക്കുകയാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, VV രാജേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു മുഖ്യമന്ത്രി സോളാർ കേസിലെ പ്രതിയുടെ സഹോദരനുമായി സംസാരിക്കുന്നു. ആ സഹോദരൻ വ്യക്തമാക്കിയതുപോലെ 50,000 രൂപ MLA വഴി എത്തിക്കുന്നു. അതിനുശേഷം ഈ സഹോദരൻ ഭീഷണിപ്പെടുത്തുന്നു. ഈ കാര്യങ്ങൾ ഞാൻ പുറത്തു പറഞ്ഞാൽ എന്തായിരിക്കും മുഖ്യമന്ത്രി നിങ്ങളുടെ സ്ഥിതി എന്ന് പുറത്ത് ഭീഷണിപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ഇത്രയധികം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച UDF സർക്കാരിനെ ശക്തമായി നേരിടാൻ ഇടതുപക്ഷത്തിന് കഴിയാതെ പോകുന്നത്? അത് എനിക്ക് തോന്നുന്നത് അഴിമതി ആ അർത്ഥത്തിൽ ഒരുതരം ദേശസാൽക്കരിച്ച മനോഘടനയിലേക്ക് മലയാളി മാറിത്തീരുന്ന രീതിയിൽ ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ ഉളുപ്പില്ലായ്മ, ഉമ്മൻചാണ്ടിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പാർട്ടിയെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് ചിന്തിക്കാൻ കഴിയാത്ത കോൺഗ്രസിൻ്റെ ആർജവുമില്ലായ്മ, ഇതെല്ലാം തന്നെ എത്തിച്ചിരിക്കുന്നതിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കാം ഇത്. ഞാനൊരു കാര്യം പറയാം. ശ്രീ ആന്റണി രാജു ഇന്ന് പീപ്പിൾസ് TV പുറത്തേക്ക് വിട്ടതും നിങ്ങളിപ്പോൾ കാണിക്കാതിരിക്കുന്നതുമായ 5 ഘട്ടങ്ങളായുള്ള സംഭാഷണത്തിൻ്റെ ആ ശബ്ദരേഖ കേട്ടിട്ടില്ല. ആ ശബ്ദരേഖ കേട്ടാൽ ശ്രീ ആന്റണി രാജു ഇപ്പോൾ സംസാരിച്ചത് മാതിരി സംസാരിക്കില്ല എന്നെനിക്ക് പറയാനാകും, ഉറപ്പിച്ച് പറയാനാകും. കാരണം സ്വയം സംസാരിക്കുന്ന തെളിവാണത്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം റിജേഷ് എന്നയാൾ സംസാരിക്കുന്നത് മണിലാലിന് വേണ്ടിയാണ്. മണിലാൽ സോളാർ കമ്പനിയുടെ ടെക്നിക്കൽ ഡയറക്ടറാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ എല്ലാ കേസിലും പെടുത്തി അകത്താക്കിയിരിക്കുകയാണ്. ഈ മണിലാലിന് വേണ്ടി സ്വന്തം സഹോദരൻ റിജേഷ് സംസാരിക്കുമ്പോൾ റിജേഷ് എന്ന പീഡിതൻ ഒപ്പം മുഖ്യമന്ത്രി എന്ന സംസ്ഥാനത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ്, മോസ്റ്റ് ചീഫ് എക്സിക്യൂട്ടീവ്, ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു അധികാര ഘടന അതിനകത്ത് വരും. ഈ അധികാര ഘടന എനിക്കും രാജേഷിനും അതുപോലെ തന്നെ ഇത് കേട്ട PK പ്രകാശിനും അവിടെ ഫീൽ ചെയ്യുന്നതേ ഇല്ല എന്ന് മാത്രമല്ല, വളരെ വിനീതമായി വിധേയമായി ഭയപ്പെട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടി ഈ മുഖ്യമന്ത്രി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. റിജേഷ് എന്ന് പറയുന്ന ഒട്ടും അറിയാത്ത ഒരാളാണ്. ഞാൻ റിജേഷ് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അറിയാം എന്താ ഇങ്ങനെയാ ചോദിക്കുന്നത്. അപ്പൊ റിജേഷ് സംസാരിക്കുമ്പം മറുപടി പറയാൻ അദ്ദേഹത്തിന് വാദമുഖങ്ങളില്ലാതെ ചുക്കി ചുളിയുന്നത് നാം കാണുന്നു. ഇതാണ് അവസ്ഥയെങ്കിൽ PK പ്രകാശ് ഇനിയിപ്പോൾ സരിതാ നായരാണ് വിളിക്കുന്നത് ഈ മുഖ്യമന്ത്രിയെ എങ്കിൽ ഇതിന് മറുപടി പറയേണ്ടത് ആന്റണി രാജുവാണ്. മൂത്രമൊഴിച്ചേനെ ഈ മനുഷ്യൻ. അത് രാജേഷ് പറഞ്ഞ ചമത്കാരമാണ്. ഞാൻ പറയുന്നത് TC മാത്യു എന്ന 1,05,00,000 രൂപ കൊണ്ട് തൊലച്ച ആ വ്യവസായി ഉണ്ടല്ലോ, അയാൾ പറയുന്നത് TC മാത്യു എപ്പോഴൊക്കെ ഉമ്മൻചാണ്ടിയെ വിളിക്കുന്നുവോ അപ്പോൾ തന്നെ പിറ്റേ ദിവസം രാവിലെ ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തുനിന്ന് അത് സരിതാ എസ് നായരുടെ അടുത്തേക്ക് എത്തുന്നു. ആ മെസ്സേജ് സരിതാ എസ് നായർ വന്ധ്യവയോധികനായ TC മാത്യുവിനോട് നീ എന്താടാ വിചാരിച്ച ഞാനും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിനടുത്ത് നീ എന്താണ് എന്നെ വരട്ടാൻ പോകുന്നത്, നിന്നെ ഞാൻ നശിപ്പിച്ചു കളയും, ഈ മന്ത്രിസഭയെ ഞാൻ മറിച്ചു കളയും എന്നൊക്കെ പറഞ്ഞ കാര്യവും TC മാത്യു വന്ന് ചാനലിൽ പറഞ്ഞ് നാം കേട്ടിട്ടുണ്ടല്ലോ. എന്തുപറ്റി മുഖ്യമന്ത്രിക്ക് ഈ റിജേഷിനെ കാണുമ്പോൾ മുട്ടിടിക്കുന്നത്? അപ്പം ബാക്കി വിശദാംശങ്ങൾ സുനിൽകുമാർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് അതൊന്നുകൂടി ഇട്ട് കേട്ടാൽ മലയാളിക്ക് മനസ്സിലാകും റിജേഷിന്റെ കാൽ കീഴിലേക്കാണ് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത്. പേടിയാണ് ആ മനുഷ്യന്. പുറത്തു പറയുന്നത് മുഴുവൻ നുണ. അദ്ദേഹത്തിന് ഭയമാണ് ഇതിനെയൊക്കെ. അങ്ങനെ ഭയപ്പെടാൻ റിജേഷ് സംസാരിച്ചാൽ ഭയപ്പെടുന്ന മുഖ്യമന്ത്രി തിരിച്ചിരിക്കുന്നുണ്ടല്ലോ. ഇപ്പം ഈ മനുഷ്യന് സരിതാ എസ് നായർ സംസാരിക്കുമ്പോൾ മൂത്രമൊഴിക്കുന്ന അവസ്ഥയുണ്ട് എന്ന് വ്യക്തമാണ് താങ്കൾ പറഞ്ഞത്. ഇപ്പോൾ ശ്രീ PA മാധവൻ MLA ടെലിഫോൺ ലൈനിൽ. ശ്രീ PA മാധവൻ, താങ്കൾ ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശപ്രകാരം റിജേഷിന് 50,000 രൂപ കൊടുത്തു എന്നാണ് റിജേഷ് പറയുന്നത്. അത് സോളാർ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരനെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് എന്നും പറയുന്നു. താങ്കൾ ഇന്ന് രാവിലെ ഇതിനോട് പ്രതികരിച്ചത് അംഗവൈകല്യമുള്ളതുകൊണ്ട് അതിനൊരു സഹായം മുഖ്യമന്ത്രി വഴി നൽകി എന്നാണ്. മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചത് ഇവർ വന്ന് കാണുമ്പോൾ താങ്കൾ ഒപ്പമുണ്ടായിരുന്നില്ല,
ജയിലിൽ കിടക്കുന്ന സഹോദരൻ്റെ വിഷയമാണ് പറഞ്ഞത്, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് എന്ന് പറഞ്ഞാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അതിൻ്റെ പുറത്ത് മാധവൻ MLA-യുമായി ബന്ധപ്പെടാൻ പറഞ്ഞു എന്നാണ്. എന്താണ് നടന്നത്? അല്ലല്ല, ഇതിലെ ഒരു വളരെ ആദ്യം തിരുത്തേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഇന്ന് രാവിലെ മുഖ്യമന്ത്രി അംഗവൈകല്യമുള്ള ആൾക്ക് സഹായം നൽകിയെന്ന് പറഞ്ഞിട്ടില്ല. അംഗവൈകല്യമുള്ള ഒരാള് UDF കൺവെൻഷന്റെ അവിടെ വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കുമെന്ന് പറഞ്ഞു. അപ്പൊ കാണുന്ന MLA-മാരോട് അത്തരം കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന മുഖ്യമന്ത്രി പതിവ് പോലെ അത് ചെയ്തു എന്ന് മാത്രമാണ് ഞാൻ രാവിലെ പറഞ്ഞത്. മറ്റൊന്ന്, ഞാൻ ഇത്തരം കാര്യങ്ങളിൽ വിവാദപരമായ ചർച്ചകളിൽ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ സോളാർ കമ്മീഷൻ മുമ്പാകെ ഞാൻ ഈ വസ്തുതകളെല്ലാം മൊഴിയായി കൊടുക്കാൻ പോവുകയാണ്. എനിക്ക് അതിന്റെ നോട്ടീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് MLA എന്ന നിലയിൽ ഈ കാര്യങ്ങളുമായി എന്റെ വ്യക്തമായ തെളിവുണ്ടെങ്കിൽ തെളിവ്, സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പോവുകയാണ്. ഒരു ജുഡീഷ്യൽ കമ്മീഷന് മുമ്പിൽ തെളിവ് കൊടുക്കാൻ പോകുന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ ഇത്തരം വിവാദ ചർച്ചകളിൽ ഏർപ്പെടുന്നത് ശരിയല്ല. അതുകൊണ്ട് ക്ഷമിക്കണം. ശ്രീ ഭാസുരേന്ദ്ര ബാബു, PA മാധവൻ പറഞ്ഞത് കേട്ടല്ലോ. അത് അടിസ്ഥാനപരമായും തെറ്റാണ്. അദ്ദേഹം വിശദീകരിച്ചതിനകത്ത് ഈ വികലാംഗനം നിലയ്ക്കായിരുന്നില്ല എന്നൊക്കെ പറയുന്നത് തീരുമാനിക്കട്ടെ സോളാർ കമ്മീഷൻ. പക്ഷേ സോളാർ കമ്മീഷനിൽ തെളിവ് കൊടുക്കാനിരിക്കുന്നത് കൊണ്ട് ഒരു പൊതുവേദിയിൽ ആ തെളിവ് പറഞ്ഞുകൂടാ എന്ന് പറയുന്നത് നിയമരംഗത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ അറിയാത്ത ഒരാളെന്ന നിലയ്ക്കാണ്. ഇവിടെ പറയുന്നത് തന്നെയാണ് അദ്ദേഹത്തിന് അവിടെ പറയാമെങ്കിൽ, അവിടെ പറയുന്നത് തന്നെയാണ് ഇവിടെ പറയാമെങ്കിൽ ഒരു വ്യത്യാസവും അതിനില്ല. ഓപ്പൺ കോർട്ടിലാണ് സത്യത്തിൽ അദ്ദേഹം വിശദീകരിക്കാൻ പോകുന്നത്. വ്യക്തമാണ് താങ്കൾ പറയുന്നത്. സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. സോളാർ കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 50,000 രൂപ നൽകിയെന്ന് ടെലിഫോൺ സംഭാഷണത്തിൻ്റെ വിശദാംശങ്ങൾ സഹിതം സോളാർ കേസിലെ പ്രതിയുടെ സഹോദരൻ വെളിപ്പെടുത്തുന്നു. പക്ഷേ അതേക്കുറിച്ച് പറയാൻ പണം കൊണ്ടുപോയി കൊടുത്തു എന്ന് ആരോപിക്കപ്പെടുന്ന MLA വിസമ്മതിക്കുന്നു. എങ്ങനെയാണെങ്കിലും കേരളം വിറ്റതിൻ്റെ ചരിത്രമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ നന്ദി ശ്രീ ആന്റണി രാജു, ശ്രീ VS സുനിൽകുമാർ MLA, ശ്രീ PA മാധവൻ, ശ്രീ ഭാസുരേന്ദ്ര ബാബു, ശ്രീ VV രാജേഷ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, ശ്രീ ആന്റണി രാജു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.